ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതൊരു 1/2 കിലോ ഉണ്ടാവില്ലായിരിക്കില്ലേ? മട്ടൻ നമ്മൾ ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു 1-2 വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്ന് വെന്ത മട്ടനാണ്. നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നോക്കി വെച്ചു. പിന്നെ ഇത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടി നമ്മൾ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ചെയ്തെടുത്തതും കുറച്ച് കറിവേപ്പിലയാണ്. ഇത് കണ്ടില്ലേ, ഇതൊരു 4 സവാള നമ്മൾ ഈ സെയിം ഓയിലിൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ചതാണ്. കുറച്ച് ഒരു പൊടിക്ക് ഉപ്പിട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 2 തക്കാളിയാണ്. 2 തക്കാളിയും കൂടി ചെറുതായിട്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കാറ്. നമ്മൾ ഒരുപാട് സ്പൈസസ് ഒന്നും ഇടാതെ ഒരു തലശ്ശേരി സ്റ്റൈലിൻ്റെയൊക്കെ അടുത്ത് തന്നെ പോലത്തെ ഒരു ബിരിയാണി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഈ സവാള തക്കാളി നന്നായിട്ട് വെന്ത് തന്നെ. അപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. വെള്ളത്തേപ്പാട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നിങ്ങൾക്ക് നമ്മുടെ മീറ്റിൻ്റെ അനുസരിച്ചും അതേപോലെ ഗ്രേവി എന്തോരം വേണമെന്നൊക്കെ അനുസരിച്ചും കൂടിയും കുറച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പക്ഷേ നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ഇടാത്തത് കൊണ്ട് ഗരം മസാല മാത്രം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഒരു 1-2 ടീസ്പൂൺ ഉണ്ടാവും, അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് ഈ സമയത്ത് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള ഇട്ട് കൊടുക്കുക. ഞാൻ മട്ടൻ വേവിച്ച സമയത്തും അതേപോലെ നമ്മുടെ സവാള വറുത്ത സമയത്തും ഉപ്പിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പിടാത്തത്. 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം, മസാലയൊക്കെ നമ്മുടെ മട്ടനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ചോറിന് വേണ്ടി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ ചോറുണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം. ഞങ്ങളിപ്പോൾ 2 പേർക്ക് ആയതുകൊണ്ട് എല്ലാം കുറച്ച് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഒരു 1/4 ഭാഗം സവാള കനം കുറച്ച് അരിഞ്ഞത്, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ ഏലക്ക, അതേപോലെ പട്ട, ഗ്രാമ്പൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി ഒന്ന് മൂത്തോലെ, ഒരുപാട് റോസ്റ്റ് ആകാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തത്. ആ കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് ഇളക്കിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തു. അതേപോലെ നമ്മൾ ഇറച്ചിക്ക് വേണ്ടി വേവിച്ച ജിഞ്ചർ ഗാർലിക് പച്ചമുളക് പേസ്റ്റ് ചെയ്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതൊന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്തിടാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് തിളപ്പിച്ച് നല്ല തള വന്നു കഴിയുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചോറും തള വന്നപ്പോൾ നമ്മൾ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആ പിഴിഞ്ഞ നാരങ്ങയുടെ തന്നെ തൊണ്ട്, അതിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അവിടെ തൊണ്ട് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നത് അരി നല്ല പ്യുവർ വൈറ്റ് കളറിൽ കിട്ടാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മൾ പെട്ടെന്ന് ക്വിക്കായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ട് വേവണ വരെ തിളപ്പിച്ചെടുക്കാം. ചോറ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്നായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം പറ്റാനുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഇവിടെ ഒരു ഹോളില്ലേ, അവിടെ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് വേണം നമ്മൾ മൂടി വെക്കാനായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് ഇത് ചെയ്യാതെ ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ട്വിസ്റ്റ്. എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ ദമ്മൊന്നും ചെയ്യില്ല അല്ലേ കാക്ക. നമ്മൾ ഈ ബിരിയാണി മസാല കുറച്ച് പ്ലേറ്റിലിട്ട് ചോറ് അതിൻ്റെ മുകളിൽ വെച്ച് കവർ ചെയ്തെടുക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ. പിന്നെ ചോദിച്ചല്ലേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് ചോറ് മാത്രമൊന്നും മാറി തെറ്റിദ്ധരിക്കേണ്ട. ഇക്കാക്ക് ചോറിൻ്റെ ഉള്ളിൽ നമ്മൾ മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ കച്ചമ്പറും നല്ല മാങ്ങാച്ചാറ്, കാക്കയുടെ ഉമ്മ ഉണ്ടാക്കി തന്ന മാങ്ങാച്ചാറാട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് മസാല ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചോറ് റൈസ് വേറെ, അതേപോലെ നമ്മുടെ മസാല വേറെ ആയിട്ട് എടുത്തേക്കണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം.